ഇപ്പൊ നമ്മൾ വേറൊരു ഭയങ്കര പഴയ ഒരു കാലഘട്ടം കാണിക്കുമ്പോൾ അതിന്റെ ഒരു ഒതന്റിസിറ്റിക്ക് വേണ്ടി നമ്മൾ ഭാഷയിൽ ചെറിയ മാറ്റങ്ങൾ പ്രോപ്പർ വേർഡ്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഒന്നുമില്ല, ഇപ്പൊ നമ്മൾ ബിസിനസ് എന്ന് നമ്മൾ പറയുന്നു, അതിനെ നമ്മൾക്ക് വേണമെങ്കിൽ വ്യാപാരമാക്കാം, കച്ചവടമാക്കാം, അല്ലെ? എന്തൊരു വാക്കുകൂടി ഉണ്ടായിരുന്നു നമ്മൾ അന്നേരത്ത് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ ആപ്റ്റ് ആവുന്ന രീതിയിൽ ആ ഡയലോഗിൽ കറക്റ്റ് ആ സെന്റൻസിൽ എവിടെ വീഴും, എങ്ങനെ വരും എന്ന് നമ്മൾ രണ്ടും തൊട്ട് പറഞ്ഞു നോക്കും. വ്യാപാരം വെച്ച് പറഞ്ഞു നോക്കും, കച്ചവടം വെച്ച് പറഞ്ഞു നോക്കും. ഓർക്കുന്നില്ലേ? എത്ര വ്യാപാരം ഞാൻ പറഞ്ഞു, ഇത്രയും പോലും ഞാൻ വ്യാപാരിച്ചിട്ടില്ല. കുറെ വാക്കുകൾ ഇങ്ങനെ ഈ പര്യായം എന്ന് പറഞ്ഞ പോലെ കുറെ സെറ്റ് ചെയ്യേണ്ടി വന്നു. ഈവൻ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യാൻ പോലും നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു വാക്ക് കിട്ടണമല്ലോ കറക്റ്റ്. മോശം വാക്കാണെങ്കിൽ കൂടി കളിയാക്കുന്ന ഒരു വാക്കാണെങ്കിലും ആ വാക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണം, ആ പഞ്ച് കിട്ടാൻ വേണ്ടി. പിന്നെ കോമഡിക്ക് വേണ്ടിയിട്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന എല്ലാം. മലയാളം ഭയങ്കരമായി അറിയുന്ന ഒരാള് അടുത്തിരിക്കുന്നത് കൊണ്ട് അതിന്റെ ഒരു ഗുണമുണ്ടായിരുന്നു. അല്ല മലയാളം അല്ല, ഇവര് ചുമ്മാ പറയുന്നത് കേട്ടോ, കാര്യം സംഭവം ചുമ്മാ പറയുന്നത്. പക്ഷെ ഞാനിപ്പോ ഇവർക്ക് ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്ന എങ്ങനെയായാലും കറക്റ്റ് കന്നഡ എങ്ങനെയാണോ ആ മീറ്റർ ഉള്ളത്, എങ്ങനെയാണോ ഫ്ലോ മുകളിലേക്ക് ഉള്ളത്, അതേപോലെ തന്നെ മലയാളം പറഞ്ഞു കൊടുക്കും. പിന്നെ നമ്മൾ വർക്ക് ചെയ്ത് ഒരു പാനിന്റെ മൂവിക്ക് വേണ്ടി എലമെന്റ്സ് എല്ലാം ചേർത്ത് അത് ഫ്രെയിം ചെയ്ത് സെറ്റ് ആക്കും. ഇവന് അർത്ഥം പറഞ്ഞു തരും, നമ്മളത് വർക്ക് ചെയ്ത് ശരിക്കും പറ്റുന്ന ആപ്റ്റ് വേർഡ്സ് ഒക്കെ വെച്ച് അത് നമ്മൾ അതുപോലെ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഓഡിയൻസിന് പിടിക്കില്ല. എല്ലാ റീജിയനിലും കൾച്ചർ വേറെയാണ്. ഇപ്പൊ തമിഴ് നമ്മൾ ഇതേപോലെ ഇങ്ങോട്ട് അഡാപ്റ്റ് ചെയ്താൽ നമുക്ക് പിടിക്കില്ല. നമ്മുടെ മലയാള ഓഡിയൻസിന് വേണ്ട കാര്യങ്ങൾ അതുപോലെ അഡാപ്റ്റ് ചെയ്ത് നമ്മളത് വർക്ക്ഔട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഡബ്ഡ് മൂവീസ് വർക്ക്ഔട്ട് ആവുള്ളൂ. ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ സൂഫ്രം സോ കണ്ടിരുന്നോ? ലാസ്റ്റ് അതെ, നല്ല സിനിമ ഇഷ്ടപ്പെട്ടോ? ഗംഭീര സിനിമയാണ്. അത് ആക്ച്വലി നമുക്കൊരു മലയാള സിനിമ കാണുന്ന ഒരു പ്രതീതിയാണ്. അത്രമേൽ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ഡബ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അതുപോലെ തന്നെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കുള്ള ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഈവൻ ഒരു മോഡേൺ പരിപാടിയല്ല, അല്ലെങ്കിൽ കുറച്ചും കൂടി അന്ന് വലിയ മാസ് അല്ല, പെർഫോമൻസ് ഓറിയന്റഡ് ആയിരിക്കണം എന്ന കുറച്ച് അതിൽ ആ പെർഫോമൻസിൽ തന്നെ മാസ് വരണം. അങ്ങനെയാണ് ഡയലോഗിന്റെ ഒരു വ്യാപ്തി നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ കുറച്ച് ബേസും വേണം. ആ രീതിയിലാണ് പോയിരിക്കുന്നത്. രസം എന്തറിയോ, ഇതില് ഇവര് എന്നെ ഓഡീഷന് വിളിച്ചപ്പോൾ പോലും ഈ കാന്താര ഫിലിമിലാണ് ഞാൻ ഓഡീഷൻ ചെയ്യാൻ വന്നിരിക്കുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. സ്ക്രീനിൽ ഒന്നുമില്ല. ഇവര് പറഞ്ഞു ഒരു സിനിമയുടെ ഓഡീഷൻ കോൾ ഉണ്ട്. അശ്വൻ വിളിച്ചിട്ട് പറഞ്ഞു അളി എവിടെ ഉണ്ട്? ഞാൻ പറഞ്ഞ FM ഉണ്ട്. ഓക്കെ, ഒന്ന് വരാൻ പറ്റും, ഒരു ഓഡീഷൻ ഉണ്ട്. ഞാൻ വൈ നോട്ട് വരാമല്ലോ, നമുക്ക് വർക്ക് ആണല്ലോ, നമ്മുടെ ഒരു പാഷനും കൂടിയാണ് ഡബിങ്. അങ്ങനെ ചെല്ലുമ്പോൾ സ്ക്രീനിലൊന്നുമില്ല. അപ്പൊ നിർമ്മലിനെ നമ്മൾ പരിചയപ്പെട്ട് അങ്ങനെ സെറ്റായി കേറിക്കോ അന്ന് ഇങ്ങനെ തന്നെയാണ് കേറിക്കോ പറഞ്ഞിട്ട് നമ്മളെ ഗേറ്റാണ്. അപ്പോ ഋഷഭ് ഷെട്ടിയുടെ ശബ്ദത്തിലാണ് അവിടെ വോയിസ് പോകുന്നത്. പക്ഷെ എനിക്ക് പുള്ളിയുടെ ഒറിജിനൽ വോയിസ് എനിക്കറിയില്ല. ഞാനപ്പോ ഇത് ഏതോ ഒരു സിനിമ ഏതോ ഒരു ഭാഗം ഡബ് ചെയ്തു. ഇയാൾ മലയാളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മലയാളം ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞ് അലർച്ചയും കുറച്ച് പരിപാടിയൊക്കെ ചെയ്തു. അപ്പൊ ഓക്കെ ബ്രോ വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ ഇന്നസെന്റിന്റെ സാധനം കേട്ടിട്ടുണ്ട് എത്രയോ വോയിസ് ടെസ്റ്റിന് വേണ്ടി ഇപ്പൊ സൈറ്റിന്റെ പോയവരുണ്ട്, ഞാനും പോയിട്ടുണ്ട്. അല്ല അങ്ങനെ കിട്ടിയ ഒരു ചാൻസ് കിട്ടിയപ്പോ ശരിക്കും ബേസിക് പറയുന്നുണ്ടെങ്കിൽ ആ ചൈതന്യ തന്നെ വേണം അത് ചെയ്യാനെന്നുള്ള സമയങ്ങളിൽ നമ്മള് എങ്ങനെയാണെന്നുണ്ടെങ്കിലും ചെയ്യിപ്പിക്കുന്ന. ഞങ്ങളുടെ 8ാമത്തെ മൂവിയാണ്. നമ്മുടെ ഫസ്റ്റ് മൂവിയിലെ ഹീറോയിനാണ് ഇരിക്കുന്നത്. അല്ല ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ എന്റെ കാര്യം പറഞ്ഞ ചൈതന്യയുടെ അല്ല. ഞാൻ കുറെ വോയിസ് ടെസ്റ്റിൽ പോയിട്ടുണ്ട്. കിട്ടാതെ ഇരുന്നുണ്ട്, സ്വാഭാവികം. എനിക്ക് ഇതിനൊരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഇതെല്ലാം ഞാൻ എനിക്കതിനൊന്നും പ്രശ്നമില്ല. നമ്മൾ നാളെയും പോകും. ഇത് എന്താ വെച്ചാൽ നമ്മളുടെ വോയിസ് ആപ്റ്റ് ആവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇതിപ്പോ എന്റെ ശബ്ദം മാറ്റാൻ പറ്റില്ല. ഒരുപാട് നമുക്കൊരു പരിധിക്കുള്ളിൽ മാറ്റാൻ പറ്റും. അപ്പൊ പിന്നെ മിമിക്രി ചെയ്യാം, പക്ഷെ അത് അക്സെപ്റ്റബിൾ അല്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഡബ് ചെയ്ത് പോയി. ഞാൻ FM കളിക്കുന്ന സമയത്താണ് ഒരു ദിവസം വിളിച്ചിട്ട് സുരാജ് നമ്മൾ അന്നെടുത്ത വോയിസ് ഓക്കെ ആയിട്ടുണ്ട്. ഓ ഭാഗ്യം, ഒരു സിനിമ നമുക്ക് സെറ്റ് ആവുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഏതാ ക്യാരക്ടർ? ഒരു ചെറിയ ക്യാരക്ടറാണ്. അപ്പൊ അത് കുഴപ്പമില്ല. ഏതാ പരിപാടി എന്താ വെച്ചപ്പോ ഋഷഭ് ഷെട്ടിക്ക് വേണ്ടിട്ട് കാന്താര മൂവിക്കാണ്. അടിച്ചു മോനെ ഗൂസ് ബംസ്. അവിടെ നിന്ന് കിളി പോയെങ്കിൽ ഞാൻ പറഞ്ഞു അപ്പൊ നമ്മളന്ന് വോയിസ് ടെസ്റ്റ് ചെയ്ത് പുള്ളിക്ക് വേണ്ടിട്ടായിരുന്നോ? ഓക്കെ. അപ്പൊ അവിടെ നമ്മളിങ്ങനെ എന്റെ മനസ്സിൽ വരുന്ന സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ള അതുകൊണ്ട് പേയ്മെന്റ് കൊടുത്തിട്ടില്ല. അത് ഞാൻ അന്ന് വെറുതെ പറഞ്ഞു. ആ തമാശ പറഞ്ഞാണ്. അപ്പോ അത്രയും ഇതായിരുന്നു. ഞാൻ നോക്കുമ്പോ എന്താ നമ്മളൊരു 3.5 കോടിയിലധികം വരുന്ന മലയാളികൾ കേൾക്കാൻ പോകുന്ന ഒരു ശബ്ദം എന്റെ ആണെന്ന് അറിയുമ്പോ ഉണ്ടാവുന്ന ഒരു ഗൂസ് ബംസ് ഉണ്ടല്ലോ, അതിലങ്ങോട്ട് പിടിച്ചു കീറിയിട്ടാണ്. പിന്നെ ഇവര് പറഞ്ഞു നമുക്ക് കുറച്ച് പണി ഉണ്ടാവും. എത്ര വേണേലും പാടത്തും പറമ്പിലും പണിയെടുക്കാം, റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ ചെയ്യുന്നത്. ആദ്യം കുറച്ച് പാടായിരുന്നു ട്രാക്കിലേക്ക് എത്താൻ. കാരണം കുറച്ച് ആ കഥാപാത്രത്തിലേക്ക് ബുദ്ധിമുട്ടി. പിന്നെ അത്യാവശ്യം പറഞ്ഞ് ഏകദേശം എത്ര ടേക്ക് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. നമുക്ക് ആ കറക്റ്റ് ആ ഫ്രെയിമിലേക്ക് എത്തണം, അല്ലെങ്കിൽ ആ മാസിലേക്ക് എത്തണം. ആദ്യം എടുത്ത കുറെ ഡയലോഗുകൾ പിന്നെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അത് പോരാന്ന് പറഞ്ഞിട്ട് വീണ്ടും ഡബ് ചെയ്തിട്ടുണ്ട് പോയിട്ട് അതേ ഡയലോഗുകൾ കുറെ പോളിഷ് ചെയ്ത് ഫൈനൽ റിസൾട്ട് ആണ് കാണാൻ പോകുന്നത് 2-ാം തീയതി.
എല്ലാരും പോയി കാണുക. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കമന്റ് സെക്ഷനിൽ ഞാൻ ശ്രദ്ധിച്ചാണ്, ഇപ്പോൾ ആദ്യത്തെ ഇതിൽ നമ്മൾ ഡിവൈൻ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ സാധനം നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതില് എല്ലാരും ഇപ്പം ട്രെയിലർ കണ്ടിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ഭയങ്കര ഒരു ആക്ഷൻ. നിങ്ങൾ ആക്ച്വലി ഒരു 1% പോലും കണ്ടിട്ടില്ല. അപ്പൊ ആക്ഷൻ ആണോ എന്നുള്ളൊരു ഡൗട്ട് പറയുന്നത്. നിങ്ങൾക്ക് മൊത്തത്തിൽ എന്താ തോന്നുന്നത്? ഡിവൈൻ ഉണ്ട്, ഫസ്റ്റിന്റെ അതുക്കും മേലെ ആണ് സംഗതി ഇറുക്ക്. അല്ല എന്തെന്നറിയോ, ഇവര് ഇത്രയും പറയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കാം. കാരണം ഇവര് ഇത്രയും പ്രാവശ്യം ടൈംസ് മോർ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അല്ല അതിലുപരി നമുക്ക് പ്രൊഡക്ഷൻ ഹൗസിലുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട്. മ്യൂസിക് അജനീഷ് ലോകനാഥ് ചേട്ടൻ സാറ് ചെയ്യുന്നു, DOP അരവിന്ദ് എസ് കശ്യപ്. അവരുടെ എല്ലാം വർക്ക് നമുക്ക് ഓൾറെഡി കണ്ട് നമുക്ക് അങ്ങനെ ആകെ ഒരു ഭ്രമം എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇഷ്ടമാണ് ഒരു ഫ്രെയിമിനോട്. ആ ഒരു സാധനം നമ്മൾ ചെയ്ത് ഒരു സീൻ ചെയ്യാൻ തന്നെ അത്ര സന്തോഷമാണ്. അപ്പൊ അതേ സാധനം ഇനി വിഷ്വലായിട്ട് എല്ലാവരുടെ മുന്നിൽ എത്തുമ്പോൾ പിന്നെ മിക്സ് MR രാജകൃഷ്ണൻ സാറാണ്. പിന്നെ പുള്ളിയെ കുറിച്ചും പറയേണ്ട കാര്യമില്ല, അടിപൊളിയായിരിക്കും. രസം എന്ന് വെച്ചാൽ ഇത് പക്ക സ്ട്രിക്റ്റ് ആയിരുന്നു ഈ പരിപാടി. നമ്മൾ ഡബിങ് പ്രോസസ് എന്ന് പറഞ്ഞാൽ വേറെ ആരും കണ്ടിട്ടില്ല കേട്ടോ, ഡബ് ചെയ്ത് ആരും കണ്ടിട്ടില്ല ഇവർ വിളിച്ചിട്ട്. കാരണം ഇപ്പൊ ഞാൻ ഋഷഭ് ഷെട്ടിയുടെ ശബ്ദം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സീൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് മോണിറ്റർ ഓഫ് ചെയ്യും, നമ്മൾ TV ഓഫ് ചെയ്തോളി. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് കാണട്ടെ, വേണ്ട മോൻ തിയേറ്ററിൽ കണ്ടാൽ നമുക്ക് ആ സീൻ മാത്രം നമ്മൾ ഡബ് ചെയ്യുന്നു, ബാക്കി അപ്പൊ തന്നെ ഓഫ്. കാരണം അവിടെ ഡോളർ എന്ന് പറഞ്ഞിട്ട് ഒരു അസോസിയേറ്റ് ഉണ്ടായിരുന്നു, അയാൾ കറക്റ്റ് ഫുൾ ടൈം ഇവരിവിടെ ഉണ്ട്. മൊബൈലിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സൈലന്റ് ആക്കിയിട്ട് പുറത്ത് വെക്കണം, ഇവരുടെ ഡബിങ് ഡയറക്ടേഴ്സ് ഇരിക്കുന്ന ആ ടേബിളിൽ വെക്കണം, എന്നിട്ട് കയറാൻ പറ്റുള്ളൂ. കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ അങ്ങ് സ്റ്റക്കാ, വേറെ ഒന്നുമില്ല, ഫുൾ ക്യാരക്ടർ. അപ്പൊ അതിന്റെ ഇടയിൽ ഇവരിപ്പോ എന്തെങ്കിലും നല്ല സീൻ വരികയാണെങ്കിൽ ഓഫ് ചെയ്യും, നമ്മുടെ ഡയലോഗ് കഴിഞ്ഞാൽ ഓഫ് ചെയ്യും, ആ TV ലിറ്ററലി ഓഫ് ചെയ്യണം. അപ്പൊ ഞാനത് എന്തത് അടുത്ത സീൻ എന്താണ് അത് പറയാളിയാ, അളിയനിപ്പോ അവിടെ ഇരുന്ന് കുറച്ചേരം ഇരുന്നോ, വെള്ളം കുടിച്ചോ, സസ്പെൻസ് വെച്ചിട്ടാണല്ലേ. അത് ക്ലൈമാക്സ് ഒന്നും ഇവര് പോലും കണ്ടില്ല. ഞാൻ വേറെ കാര്യം പറയട്ടെ, ഇപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ വേറൊരു സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോ അതിന്റെ ഇടയ്ക്കാണ് ഞാൻ ഇതിന്റെ വോയിസ് ടെസ്റ്റ് എടുക്കുന്നത്. നായികയാണെന്ന് പോലും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇല്ലല്ലോ, എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, ഇതിനകത്ത് ഒരു പെണ്ണാണെന്നോ അങ്ങനെ എന്തോ എന്നോട് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാനിപ്പോ ട്രെയിലർ വന്നപ്പോ തമിഴിലും മലയാളത്തിലും ഹീറോയിന് വോയിസ് കൊടുത്തിരിക്കുന്നത് ഒരു ലേഡി തന്നെയാണ്. അത് ഞാൻ ഇതിന്റെ ജയറാം സാറിനെ കൊണ്ട് ചെന്നൈയിൽ ചെയ്യിപ്പിക്കാനായിട്ട് ചെന്നൈയിൽ പോയ സമയത്ത് അവിടെ ഈ വോയിസ് കണ്ടായിരുന്നു. അപ്പൊ തലേ ദിവസം അവിടെ സെലക്ട് ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, അവർ തന്നെ പറഞ്ഞു മലയാളി കൂടെയാണ്, നേറ്റീവ് മലയാളി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ മാഡത്തിനെ വിളിച്ചിട്ട് മാഡം ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അവർ വൈകുന്നേരം വന്നു. അപ്പൊ തന്നെ അവർ കൊണ്ട് വോയിസ് ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. മാക്സിമം ഓക്കെ ആക്കാൻ നോക്കി, കാരണം ഓൾറെഡി തമിഴിൽ സെലക്ട് ആണ്. അപ്പൊ അവർ ബേസിക്കലി മലയാളി കൂടെയാണ്, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിൽ കുഴപ്പമുണ്ടായിരുന്നു. ചെറുതായിട്ട് ഇങ്ങനെ ഒരു മലയാളം ടച്ച് ഇല്ലാത്ത ചെറിയൊരു ഇത് തോന്നുമായിരിക്കും, പക്ഷെ അവര് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ ഇങ്ങോട്ട് വന്ന് അങ്ങനെ അടിപൊളിയായിട്ട് ചെയ്തിട്ട്